പശ്ചിമേഷ്യ യുദ്ധസമാനം. ഇസ്രയേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി ഇറാൻ. ഇസ്രയേലി നഗരങ്ങളായ ടെൽ-അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. ഭൂരിഭാഗം ഡ്രോണുകളും തകർത്ത് ഇസ്രയേലി അയൺ ഡോം. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ആയത്തുള്ള അലി ഖംനി. സമാധാനം നിലനിർത്തണമെന്ന് UN. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നു. ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വിശദമായി പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണവും തുടരുന്നു. മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ. അഹമ്മദാബാദ് വിമാന ദുരന്തമുയർത്തുന്ന ആശങ്ക ആകാശത്തോളം. എയർ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ. ടാറ്റ ഏറ്റെടുത്തിട്ടും കേടുകാര്യസ്ഥത തുടരുന്നു. ഏറ്റവും കൂടുതൽ പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്നത് എയർ ഇന്ത്യ എന്ന കണക്കുകൾ. 2 വർഷത്തിനിടെ നിരവധി നടപടികളും നേരിട്ടു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാവുന്നു. ഇന്ന് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. നാളെ 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോട്ടയത്തും ഇടുക്കിയിലും ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയത്തിനരികെ ദക്ഷിണാഫ്രിക്ക. 8 വിക്കറ്റ് കയ്യിലിരിക്കെ ഓസ്ട്രേലിയയോട് ജയിക്കാൻ ആവശ്യം 68 റൺസ്. ഇന്ന് BCCIയുടെ അപെക്സ് കമ്മിറ്റി യോഗം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ടെസ്റ്റ് വേദിയാക്കുന്നത് പരിഗണനയിൽ.